നമുക്ക് ഈ സെഷനിൽ മേവൻ ഇൻസ്റ്റലേഷൻ നോക്കാം. അതിനായിട്ട് അപ്പാച്ചെ മേവൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് സെർച്ചിൽ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഈ വരുന്ന മേവൻ .apache.org സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ഫയൽസിൻ്റെ അടിയിൽ ബൈനറി സിപ്പ് ആർക്കൈവ് കിടപ്പുണ്ട്. അപ്പം അതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് അപ്പാച്ചെ മേവൻ 3.9.11 bin.zip ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ഫയൽ കൊടുക്കുക. ഇത് എന്നിട്ട് എവിടെയാണോ ഡൗൺലോഡ് ആയി കിടക്കുന്നത് അവിടെ പോവാം. ഇതിപ്പോൾ ഡൗൺലോഡ് ഫോൾഡറിലാണ്. അപ്പോൾ അതിനകത്ത് അപ്പാച്ചെ മേവൻ 3.9.11 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തെ ഫയൽസ് ഫോൾഡേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പാത്ത് നമുക്ക് എൻവയോൺമെന്റ് വേരിയബിൾസിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് എൻവയോൺമെന്റ് വേരിയബിൾസിൽ പോകണം. അതിന് മുന്നേ ഈ ഒരു ലൊക്കേഷൻ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് താഴെ എൻവയോൺമെന്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് സിസ്റ്റം ENV എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഇത് വരും. അപ്പോൾ എഡിറ്റ് എൻവയോൺമെന്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് വീണ്ടും എൻവയോൺമെന്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ന്യൂ കൊടുക്കാം. ഇതിൽ ക്യാപ്സ് ലോക്കിൽ മേവൻ _home എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്ത പാത്ത് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കണമെങ്കിൽ ബ്രൗസ് ഡയറക്ടറി കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സിസ്റ്റം വേരിയബിൾസിൽ ഇതിൻ്റെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ബിൻ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഈ ബിന്നും കൂടെ ചേർത്തിട്ടുള്ള ലൊക്കേഷൻ കോപ്പി ചെയ്തെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരത്തെ എടുത്ത പാത്തിന് കൂടെ /bin എന്ന് അടിച്ചു കൊടുത്താൽ മതി. തെറ്റിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോപ്പി ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടെ സേഫ്. വീണ്ടും സിസ്റ്റം വേരിയബിൾസ് എടുത്തിട്ട് അതിനകത്ത് പാത്ത് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ന്യൂ കൊടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ കോപ്പി ചെയ്ത് ബിന്നും കൂടെ ചേർത്തിട്ടുള്ള പാത്ത് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇതിൽ വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ഇൻസ്റ്റലേഷൻ കറക്റ്റ് ആയെന്ന് അറിയാനായിട്ട് കമാൻഡ് പ്രോംപ്റ്റ് കൊടുക്കാം. ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ CMD എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആകും. ഇതിനകത്ത് MVN സ്പേസ് ഇതിൽ MVN സ്പേസ് -version കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് -version കൊടുത്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യാം. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ സേവ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത 3.9.11 വേർഷൻ ഇവിടെ എഴുതി കാണിക്കും. എൻ്റെ അർത്ഥം എൻ്റെ ലൊക്കേഷനും എല്ലാം കാണിക്കും. അപ്പം എൻ്റെ അർത്ഥം നമ്മൾ സേവ് ചെയ്തത് പ്രോപ്പറായിട്ടാണെന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേവൻ്റെ ഇൻസ്റ്റലേഷൻ. താങ്ക് യു.